കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ എവ്രിവൺ, ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് MA സോഷ്യോളജി, അതായത് MSO 001 കോഡുള്ള സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്സ് എന്ന പേപ്പറാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ജൂൺ 2025 ടേമിന്റെ എക്സാമിനേഷനിലേക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് ഇത്. അപ്പൊ മെയിൻലി നമ്മൾ ഇതിൽ നോക്കുന്നതെന്ന് പറഞ്ഞാൽ സിലബസ് മാപ്പിംഗ് നോക്കുന്നുണ്ട്, ഏതൊക്കെ ബ്ലോക്ക് വൈസ് സിലബസ് ഏതൊക്കെയാണ്, ഏതിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് നോക്കുന്നുണ്ട്. പിന്നെ എക്സാം പാറ്റേൺ അനാലിസിസ്, ക്വസ്റ്റിന്റെ ഫോർമാറ്റ്സ് എങ്ങനെയാണ്, മാർക്ക് എങ്ങനെയുള്ളതാണ്, അതും ഈ കഴിഞ്ഞ 8 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എത്രമാത്രം ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, അതും പാസ്റ്റ് പേപ്പേഴ്സിന്റെ ബേസിലായിരിക്കും. അങ്ങനെ ഈ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യന്റെ ബേസിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ജൂൺ 2025 വരാൻ പോകുന്നത് എന്നുള്ള ഒരു പ്രഡിക്ഷനും ഉണ്ട്. ആൻഡ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഏത് ബ്ലോക്കിന് കൊടുക്കണം, അതിന്റെ ബേസിൽ ഒരു പ്രഡിക്റ്റീവ് പേപ്പറും നമ്മൾ മോക്ക് പ്രഡിക്റ്റീവ് പേപ്പറും ചെയ്യുന്നുണ്ട്. ആൻഡ് അതിന്റെ ബേസ് ചെയ്തിട്ട് മോഡൽ ആൻസേഴ്സ് എങ്ങനെയൊക്കെയാണ് ആൻസർ ചെയ്യേണ്ടത്, ആൻഡ് ഓൾസോ മാർക്കിംഗ് സ്കീം. ആൻഡ് ഇത് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു മെത്തഡോളജി അഡോപ്റ്റ് ചെയ്തിട്ടാണ്. കാരണം ഈ കഴിഞ്ഞ എക്സാംസുകളിൽ ഏതിനാണോ കൂടുതൽ വെയിറ്റേജ് ഉള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചേക്കുന്നത്, അതിന്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് സിലബസ് മാപ്പിംഗ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ 4 യൂണിറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് മാർക്സിയൻ ഐഡിയോളജി, വെബറിയൻ ഐഡിയോളജി ആൻഡ് കോംറ്റ്. ഇതിനകത്ത് നിന്ന് തന്നെ നല്ല റെലവൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. മീൻസ് റെലവൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, 11 തവണ വരെ ചോദിച്ചതായിട്ട് കാണാം. പിന്നെ സെക്കൻഡ് ബ്ലോക്ക് ആയിട്ടുള്ള നേച്ചർ ഓഫ് കോൺസെപ്റ്റ്, തിയറി ആൻഡ് പാരഡൈം, ഇതിനകത്ത് ഒരു മീഡിയം റെലവൻസ് ആണ്, ഏകദേശം 8 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. പാഴ്സൺസ് ആക്ഷൻ തിയറി 13 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, റെലവൻസ് ഭയങ്കര കൂടുതലാണ്. ആൻഡ് ഫോർത്ത് യൂണിറ്റ് ആയിട്ടുള്ള സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റിയിലാണെങ്കിൽ 6 ആണ്. മറ്റേതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മീഡിയം റെലവൻസ് ആണ് ഇതിന് കൊടുക്കുന്നത്. ആൻഡ് സെക്കൻഡ് ബ്ലോക്കിൽ 5th യൂണിറ്റ് സോഷ്യൽ സ്ട്രക്ചർ, റാഡ്ക്ലിഫ് ബ്രൗണിന്റെയും ലീച്ചിന്റെ ഒക്കെ, എഡ്മണ്ട് ലീച്ചിന്റെ ഒക്കെ തിയറീസിന്റെ ബേസിൽ വരുന്ന സോഷ്യൽ സ്ട്രക്ചർ, അത് 15 തവണ ക്വസ്റ്റ്യൻസ് അത്ര മാത്രം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് 6 and 7 ഫംഗ്ഷണലിസം, നിയോ ഫംഗ്ഷണലിസത്തിൽ നിന്നാണെങ്കിലും 9 തവണ ചോദിച്ചിട്ടുണ്ട്, മീഡിയം റെലവൻസ് ആണ്. ആൻഡ് ബ്ലോക്ക് 3യില് 8ാമത്തെ യൂണിറ്റ് പവർ ആൻഡ് എലൈറ്റ് തിയറീസ്, അത് റോബർട്ട് ദാലിന്റെയും CW മിൽസിന്റെ ഒക്കെ തിയറീസ് വരുന്നത് 12 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഹൈ റെലവൻസ് ആണ്. നമ്മൾ 10ന് മേലോട്ട് തവണ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൈ റെലവൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ 9th യൂണിറ്റ് ലെജിറ്റിമസി, ക്ലാസ് റിലേഷൻസ് 7 തവണ ചോദിച്ചിട്ടുണ്ട്, അതും ഒരു മീഡിയം റെലവൻസ്. പിന്നെ ബ്ലോക്ക് 3യില് തന്നെ 10, 11, 12 ആ ഒരു യൂണിറ്റ് വരുന്ന പവർ നോളജ്, ഫൂക്കോയുടെ പവർ ആൻഡ് നോളജിനെ ബേസ് ചെയ്തിട്ട് അതും ഒരു 8 തവണ ചോദിച്ചിട്ടുണ്ട്, അതും ഒരു മീഡിയം ലെവലിലാണ് വരുന്നത്. പിന്നെ ബ്ലോക്ക് 4 നോക്കുവാണെങ്കിൽ ക്യാപിറ്റലിസം, ഓൺട്രപ്രണർഷിപ്പ്, പിന്നെ ഫ്രീഡം ആൻഡ് ഏലിയനേഷൻ, സ്റ്റേറ്റ് സോവറിനിറ്റി, പവർ, ഇതൊക്കെ ആണെങ്കിൽ ഒരു മീഡിയം ലെവലിൽ തന്നെയാണ്. ഏകദേശം 7, 5, 8 ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 5ൽ നോക്കുവാണെങ്കിൽ ഈ സ്റ്റേറ്റ് സോവറിൻ പവർ 8 തവണ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് സിറ്റിസൺഷിപ്പ്, സിവിൽ സൊസൈറ്റി 6 തവണ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു മീഡിയം റെലവൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ മീൻസ് അത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ കവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഹൈ റെലവൻസ് ഉള്ള ടോപ്പിക് ആയിരിക്കണം ആദ്യം കവർ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടായിരിക്കണം മീഡിയം നോക്കേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ ലോ ലെവൽ മീൻസ് ലോ റെലവൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കേണ്ടത്. ആൻഡ് ബ്ലോക്ക് 6ൽ എത്തനിസിറ്റി, ഐഡന്റിറ്റി, ബൗണ്ടറീസിനകത്ത് 4 തവണ ചോദിച്ചിട്ടുണ്ട്. അതൊരു ലോ മീൻസ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 4 തവണ ചോദിച്ചിട്ടുള്ളത് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല പറയുന്നത്, എന്നാലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ലോ റെലവൻസ് ആണ്. നമുക്ക് ഓപ്ഷൻസ് ചോയ്സും കൂടെ ഉണ്ടായി
ആയതുകൊണ്ട് ലോ റെലവൻസ് ആണ് കൊടുക്കുന്നത്. ആൻഡ് 7th ബ്ലോക്കിലാണെങ്കിൽ സ്ട്രാറ്റിഫിക്കേഷൻ ക്ലാസ് ജെൻഡർ കാസ്റ്റ് 6 തവണ ചോദിച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ലാസ്റ്റ് യൂണിറ്റ് മോഡേണിറ്റി പോസ്റ്റ് മോഡേണിസം ആൻഡ് ഡീകൺസ്ട്രക്ഷൻ, അതും 5 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പം എത്നിസിറ്റി ഐഡന്റിറ്റി ബൗണ്ടറീസും പിന്നെ മോഡേണിറ്റി പോസ്റ്റ് മോഡേണിസം ഡീകൺസ്ട്രക്ഷൻ അതാണ് കുറച്ച് റിപ്പീറ്റ് ചെയ്യാത്തത്, അതായത് ലോ റെലവൻസ് ഉള്ളത്. മറ്റേത് 15 12 തവണയൊക്കെ ചോദിച്ചിട്ടുള്ള അത് മെയിൻ ക്ലാസിക്കൽ തിങ്കേഴ്സിന്റെ ഒക്കെ ബേസിലും കണ്ടംപററി തിയറീസിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഹൈ റെലവൻസ് ആയിട്ട് ചോദിച്ചേക്കുന്നത്. സോ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ ഹൈ എന്ന് ഉദ്ദേശിക്കുന്നത് 10 തവണ കൂടുതൽ അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിനാണ് ഇവിടെ ഹൈ എന്ന് നമ്മൾ കൊടുത്തേക്കുന്നത് ഈ ഒരു പാറ്റേണിൽ. ആൻഡ് മീഡിയം എന്ന് പറയുമ്പോൾ 5 to 9 ആൻഡ് ലോ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 5, 5 തവണ കൂടുതൽ ഒന്നും ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ലോ റെലവൻസ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഓരോ ബ്ലോക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബ്ലോക്ക് 1-നാണ്. അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 3-ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ദെൻ ബ്ലോക്ക് 2, ദെൻ ബ്ലോക്ക് 5, പിന്നെ ബ്ലോക്ക് 4, 6, 7, 8. ഏറ്റവും റെലവൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഫസ്റ്റ് ബ്ലോക്കിനാണ്. ഒരു ഗ്രാഫ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഫസ്റ്റ് ബ്ലോക്ക് 1-ന് തന്നെയാണ് ഫസ്റ്റ് മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഏകദേശം 25ഓളം മീൻസ് 24, 23 ആ ഒരു ലെവൽ ഓഫ് അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക ബ്ലോക്ക് 3-ക്കാണ്. ഒരു 15 to 20 ലെവലിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഈ ഒരു മാപ്പ് നോക്കുകയാണെങ്കിൽ ഇതിൽ റെഡ് കാണിച്ചേക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതും ആൻഡ് യെല്ലോ കാണിച്ചേക്കുന്നത് മീഡിയം രീതിയിലുള്ളതും ആൻഡ് ലൈറ്റ് യെല്ലോ കാണിച്ചേക്കുന്നതാണ് ലോ ഫ്രീക്വൻസി ആയിട്ട് കാണിക്കാൻ പറ്റുന്നത്. സോ യെല്ലോ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഓറഞ്ച് ആ ഒരു കളർ വരുന്നതാണ്. ഹൈ എന്ന് പറയുന്നത് ഭയങ്കര മീൻസ് റെഡ് കളർ ആൻഡ് മീഡിയം ഓറഞ്ച് കളർ ആൻഡ് യെല്ലോ ഈസ് ലോ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ബ്ലോക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പിന്നെ ബ്ലോക്ക് 3-ലാണ് ഏറ്റവും കൂടുതൽ മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത് 3-ലും 4-ലുമാണ്. സോ സെക്കൻഡ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബ്ലോക്ക് 3, ദെൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബ്ലോക്ക് 4, ദെൻ ബ്ലോക്ക് 5, ദെൻ ബ്ലോക്ക് 2, അതിനുശേഷം ബ്ലോക്ക് 7, ദെൻ യെല്ലോ കളർ ലൈറ്റ് യെല്ലോ കളറിൽ ഫോക്കസ് ചെയ്തേക്കുന്നു ബ്ലോക്ക് 6 and 8-ന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. അതിലെ യൂണിറ്റ്സുകളും പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ യൂണിറ്റ് ആണെന്ന് നമുക്ക് ആ ഒരു എക്സ് ആക്സിസിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഏറ്റവും ഹൈ ഈൽഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണലിസം. അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതും ഏതാന്ന് വെച്ചാൽ റാഡ്ക്ലിഫ് ബ്രൗണിന്റെ ലീച്ചിന്റെ പാഴ്സന്റെ ആ ഒരു ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള രീതിയിലും അപ്ലൈ ചെയ്തിട്ടുള്ള രീതിയിലും ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് പവർ, എലൈറ്റ് ആൻഡ് ലെജിറ്റിമസി, റോബർട്ട് ദാലിന്റെയും CW മിൽസ്, വെബർ, ഫൂക്കോ ഇവരുടെയൊക്കെ ടൈപ്സിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്താണ് അവർ കറക്റ്റ് പറയുന്നതെന്നുള്ള ആ ഒരു തിയറിറ്റിയിലെ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് തന്നെ വേണം. എന്നാൽ മാത്രമേ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. പിന്നെ വരുന്നത് ക്ലാസിക്കൽ തിയറീസ് ആൻഡ് ആക്ഷൻ തിയറി, പാഴ്സൺ, വെബർ, മാർക്സ്, കാൾ മാർക്സിന്റെ ആക്ഷൻ മീൻസ് ഇവരുടെ 3 പേരുടെ മെയിൻ ആയിട്ടുള്ള തിയറി. പാഴ്സന്റെ ആക്ഷൻ തിയറി, വെബറിന്റെ ആണെങ്കിലും ഇന്റർപ്രിറ്റേറ്റീവ് സോഷ്യോളജിയുടെ കാര്യവും അങ്ങനെയുള്ള, കാൾ മാർക്സിന്റെ ആണെങ്കിൽ ഈ സ്ട്രാറ്റിഫിക്കേഷന്റെ ബേസിലും പവറിന്റെ ബേസിലും ഒക്കെ വന്നിട്ടുള്ള തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എസ്സേ ടൈപ്സിലും ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ പാറ്റേൺസിലും ചോദിച്ചിട്ടുണ്ട്. അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. സോ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരിക്കണം. ഇനി എക്സാം പാറ്റേൺ അനലൈസ് ചെയ്യുമ്പോൾ എസ്സേ ടൈപ്പ് ഉണ്ട്, ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ ലോങ് നോട്ട് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്, പിന്നെ ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്, പിന്നെ മിക്സഡ് ബ്രീഫ്സ്, ചെറിയ ചെറിയ ഷോർട്സ്. അത് ഓരോ രീതിയിലാണ്. എസ്സേ ടൈപ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതെന്ന് പറയുമ്പോൾ ഒരു 450 to 500 വേർഡ്സിലായിരിക്കണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. 20 മാർക്സ് ആണ് വരുന്നത്. പിന്നെ ഷോർട്ട് എസ്സേ എന്ന് പറയുമ്പോൾ 250 to 300 വേർഡ്സ്, അത് ഒരു 10 മാർക്കിനായിരിക്കും ഷോർട്ട് എസ്സേ ആയിട്ട് വരുന്നത്. ഷോർട്ട് നോട്ട് 5 മാർക്സിനായിരിക്കും, 120 to 150 വേർഡ്സിലായിരിക്കണം. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ആണ്. അത് 120 to 150 വേർഡ്സ്, ഏകദേശം 5 മാർക്കിനാണ് അത് ചോദിക്കുന്നത്. ആൻഡ് പിന്നെ വരുന്നതാണ് ഷോർട്സ് അല്ലെങ്കിൽ മിക്സഡ് ബ്രീഫ്സ് എന്ന് പറയുന്നത്. അതും ഒരു 50 to 200 വേർഡ്സിലായിരിക്കണം വരുന്നത്. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നതനുസരിച്ച് 5 to 10 മാർക്സിനായിരിക്കും ആ ഒരു മാർക്കിന്റെ റേഞ്ച് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഈ കേസ് സ്റ്റഡീസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, MCQs മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒന്നും യൂഷ്വലി നമുക്ക് ഇത് ചെയ്യാറില്ല. കൂടുതലും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എസ്സേ ടൈപ്പ്, ഷോർട്ട് ആൻസേഴ്സ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഇനി എസ്സേ ടൈപ്സ് എന്ന് പറയുമ്പം അതിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യണം, എന്താണ് ആ തിയറി എന്ന് പറയണം. പിന്നെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് ആ ഓരോ നമ്മുടെ കാഴ്ചപ്പാടുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ ആ എസ്സേ ടൈപ്പിൽ ക്രിട്ടിസൈസ് ചെയ്യാൻ പറയുവാണെങ്കിൽ എന്താണോ ഓരോരുത്തർ തിയറിയിൽ പറഞ്ഞേക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ക്രിട്ടിസൈസ് ചെയ്യുന്ന, വിമർശിക്കുന്ന രീതിയിലുള്ള ആസ്പെക്ട്സ് എന്താണ് എന്നുള്ളത് പറയാം. കറക്റ്റ് ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആയിരിക്കണം എസ്സേ ടൈപ്സിൽ വരുന്നത്. ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ ലോങ് നോട്ട് എന്ന് പറയുമ്പോൾ
നോക്കുമ്പോൾ എസ് എ ടൈപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് എഴുതിയാൽ മതി. പ്രിസൈസ് ആയിട്ടുള്ള എക്സാക്ട് കുറച്ച് വേർഡ്സിൽ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു തിങ്കർ എന്താണോ പറഞ്ഞേക്കുന്നത് അത് മാത്രം എഴുതാനുള്ള വളരെ ബ്രീഫ് ആയിട്ട് വരുന്നതാണ് ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ആൻഡ് മിക്സ്ഡ് ബ്രീഫ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സബ് പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചോദിക്കും. ചിലപ്പം 10 മാർക്ക് ആയിരിക്കും, അതിൽ 10 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, അതിൽ 2 സബ് പാർട്സ് ആണ്, 5 മാർക്ക് 5 വെച്ചിട്ട് അങ്ങനെയുള്ള മിക്സഡ് ബ്രീഫ്സും വരുന്നുണ്ട്. അതൊരു 550 to 200 വേർഡ്സിൽ നമുക്ക് ആ ഒരു ടോപ്പിക്കിന്റെ ഇതും പിന്നെ മാർക്കിന്റെ ഇതും അനുസരിച്ചിട്ടായിരിക്കണം മിക്സഡ് ബ്രീഫ്സ് ആൻസർ ചെയ്യേണ്ടത്. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് അപ്രോച്ചിങ് സോഷ്യോളജിക്കൽ തിയറീസ്, അതിൽ നമുക്ക് മൊത്തത്തിലുള്ള ഒരു പെർസെന്റേജ് നോക്കുവാണെങ്കിൽ പെർസെന്റേജ് ഒരു 100 എന്ന് പറയുന്നതിൽ എത്ര ആവറേജ് മാർക്ക് അല്ലെങ്കിൽ ആവറേജ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 18% ആണ്. സെക്കൻഡ് ബ്ലോക്കിൽ അത് 15%, സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് 15%. അപ്പൊ ഫസ്റ്റ് ബ്ലോക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണ്, 18% വരുന്നുണ്ട്. ആൻഡ് തേർഡ് ബ്ലോക്കിൽ പവർ ആൻഡ് ലെജിറ്റിമസി അത് 16%. ഫോർത്ത് ബ്ലോക്ക് തിയറി ഓഫ് ക്യാപിറ്റലിസം 11% ആണ് വരുന്നത്. ആൻഡ് ഇത് ഈ പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ജൂൺ 2020 തൊട്ട് 24 വരെയുള്ള പേപ്പേഴ്സിന്റെ ബേസിലാണ് ഈ ഒരു അനാലിസിസ്, ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നത്. ഇനി ബ്ലോക്ക് 5 സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി 13%, സിക്സ്ത് ബ്ലോക്ക് എത്നിസിറ്റി ആൻഡ് ഐഡന്റിറ്റി 8%, ബ്ലോക്ക് 7 സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ 10%, പിന്നെ ബ്ലോക്ക് 8 മോഡേണിറ്റി ആൻഡ് പോസ്റ്റ് മോഡേണിറ്റി 9%. അപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഫസ്റ്റ് ബ്ലോക്കിനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് തേർഡ് ബ്ലോക്ക് 16% ഓഫ് ക്വസ്റ്റ്യൻസും വരുന്നത് അതിൽ നിന്നാണ്. പിന്നെ സെക്കൻഡ് ബ്ലോക്ക്, പിന്നെ അതിനുശേഷം ഫിഫ്ത് ബ്ലോക്ക്, അങ്ങനെ ആയിരിക്കണം ചെയ്യുന്നത്. സോ ജൂൺ 2020 ടു ഡിസംബർ 24 വരെയുള്ള ക്വസ്റ്റ്യൻ അനാലിസിസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡേറ്റാസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം. ഇനി അതുപോലെ തന്നെ ഇയർലി വെയിറ്റേജ് നോക്കുവാണെങ്കിലും ജൂൺ 2020 എസ് എ ടൈപ്പ് ഏകദേശം 60ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇത്, അതിന്റെ ഡേറ്റാ ബേസ് ഇത്. സോ ജൂൺ 2020 എസ് എ ടൈപ്പ് 60% ചോദിച്ചിട്ടുണ്ട്. 21ലും 22, 23 പിന്നെ ഡിസംബർ 23 ഒക്കെ നോക്കുകയാണെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും 60% ചോദിച്ചേക്കുന്നത്. പിന്നെ ഷോർട്ട് എസ്സേസ് ആണ് 30%ഓളം ചോദിച്ചേക്കുന്നത്. പിന്നെ ഷോർട്ട് നോട്ട് 10%ഓളം ഉണ്ട്. മിക്സഡ് ബ്രീഫ്സ് അധികം ചോദിച്ച് കാണുന്നില്ല, വളരെ റെയർ ആയിട്ടാണ് ചോദിക്കുന്നത്. സോ 2020, 21, 22, 23 പിന്നെ ഡിസംബർ 23 മിക്സഡ് ബ്രീഫ്സ് ചോദിച്ചിട്ടില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് എസ് എ ടൈപ്പ് ആണ്. 60% ഓഫ് ക്വസ്റ്റ്യൻസും എസ് എ ടൈപ്പ് ആണ്. അപ്പൊ നമ്മളൊരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അത്രമാത്രം ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കണം നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. പിന്നെ ഷോർട്ട് എസ്സേസ് 30% ആൻഡ് ഷോർട്ട് നോട്ട് 10% ആണ്. ജൂൺ 24ലും ഡിസംബർ 2024ലും ഈ സെയിം പാറ്റേൺ തന്നെയാണ്. 60% എസ് എ ക്വസ്റ്റ്യൻസ്, 30% ഷോർട്ട് എസ്സേസ് ആൻഡ് ഷോർട്ട് നോട്ട് 10% ആണ് ചോദിച്ചേക്കുന്നത്. ഇനി പാറ്റേണിന്റെ ഹൈലൈറ്റ് നോക്കുകയാണെങ്കിൽ എസ് എ ടൈപ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന 60% വരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 30% വരുന്ന ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ ലോങ് നോട്ട്, പിന്നെ 5 മാർക്കിന്റെ ഷോർട്ട് നോട്ട്. കേസ് സ്റ്റഡീസ്, MCQ, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒന്നും ഇങ്ങനെ ചോദിച്ചു കാണാറില്ല. നമുക്ക് മൊത്തം ഇനി ഒരു പ്രിപ്പറേഷൻ ടിപ്പ് പറയുവാണെങ്കിൽ നമ്മൾ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. ലൈക്ക് എസ് എ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആദ്യം തന്നെ മൈൻഡ് ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കണം എസ് എ ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. മൊത്തം 3 മണിക്കൂറാണ്, അതായത് 180 മിനിറ്റ്, 100 മാർക്സിന്റെ പേപ്പറാണ്. അപ്പൊ എസ് എ ടൈപ്പ് എന്ന് പറയുമ്പോൾ 20 മാർക്സിനാണ് ചോദിക്കുന്നത്. അതൊരു 2 to 3 ക്വസ്റ്റ്യൻസ് വരെ വരാം എസ് എ ടൈപ്സ് എന്ന് പറയുന്നത്. അതും ഒരെണ്ണത്തിന് 35 to 40 മിനിറ്റ് വരെ എടുക്കുവാണെങ്കിൽ ഒരു ടോട്ടൽ 110 മിനിറ്റ്സ് നമുക്ക് എടുക്കാം എസ് എ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ. പിന്നെ ഷോർട്ട് എസ് എ അല്ലെങ്കിൽ ലോങ്
ലോങ് നോട്ട് നോക്കുവാണെങ്കിൽ അത് 10 മാർക്സിനായിരിക്കും. 2 ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ 20 മിനിറ്റ്, ഒരു ക്വസ്റ്റ്യൻ 20 മിനിറ്റ് വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ ടോട്ടൽ 40 മിനിറ്റ്സിനുള്ളിൽ ഷോർട്ട് എസ്സേസും കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ അതൊരു 10 തൊട്ട് 15 മിനിറ്റിനുള്ളിൽ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഒരു 2 തൊട്ട് 3 ക്വസ്റ്റ്യൻ ഒരു 30 മിനിറ്റ്, ഏകദേശം ഒരു അപ്രോക്സിമേറ്റ്ലി 30 മിനിറ്റിനുള്ളിൽ തന്നെ ആ ഒരു ക്വസ്റ്റ്യനും അപ്രോച്ച് ചെയ്യാനാണ്, മീൻസ് ആ ഒരു ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ഒരു ടിപ്പ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ മൈൻഡ് ഫ്രഷ് ആയിട്ട് ഇരിക്കുമ്പോൾ ആദ്യം തന്നെ നോക്കുക എസ്സേ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എഴുതാനായിട്ട് നോക്കുക. അതിനുശേഷം മാത്രം ഷോർട്ട് എസ്സേസും ഷോർട്ട് നോട്ട്സും ചെയ്യുക. അപ്പൊ മാർക്കിന്റെ ഇതനുസരിച്ച്, അത് വെയിറ്റേജ് അനുസരിച്ച് എത്രമാത്രം കൂടുതൽ മാർക്ക് എഴുതാൻ വരുന്നത് എസ്സേ ടൈപ്പിനാണ്. അതുകൊണ്ട് എസ്സേ ടൈപ്സ് ക്വസ്റ്റ്യൻസ് തന്നെ ആദ്യം ചെയ്യുക. എന്നിട്ട് അവസാനം ഒരു ഒന്ന് റിവൈസ് ചെയ്യാനുള്ള ടൈം നമ്മൾ എടുക്കുക. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ്, ഡിസ്കസ് പാഴ്സൺസ് തിയറി ഓഫ് സോഷ്യൽ ആക്ഷൻ. 7 തവണ ചോദിച്ചിട്ടുണ്ട് പാഴ്സൺസ് തിയറി ഓഫ് സോഷ്യൽ ആക്ഷൻ. അതായത് ക്വസ്റ്റ്യൻ മാത്രം, ഇത് ബ്ലോക്ക് 1 വരുന്നതാണ്. അപ്പം അതിന്റെ കൂടെ തന്നെ ആ ക്വസ്റ്റ്യൻ മാത്രം നോക്കുകയാണെങ്കിൽ പാഴ്സന്റെ തിയറി ഓഫ് സോഷ്യൽ ആക്ഷൻ 7 തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ സോഷ്യൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു റിലേഷൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ഡിസ്കസ് വിത്ത് റെഫറൻസ് ടു ഇവാൻ പ്രിച്ചർഡ്. ഇവാൻ പ്രിച്ചർഡിന്റെ സോഷ്യൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടും 7 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കോൺസെപ്റ്റ് ഓഫ് പവർ ആൻഡ് മെയിൻ സോഴ്സസ് ഓഫ് പവർ ബ്ലോക്ക് 3 വരുന്ന പവറിന്റെ ബേസിൽ 7 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ക്രിട്ടിക്കലി ഡിസ്കസ് വെബേഴ്സ് കോൺട്രിബ്യൂഷൻ ടു ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് 6 ക്വസ്റ്റ്യൻസ്. ആൻഡ് വാട്ട് ഈസ് എത്തനിസിറ്റി, എക്സ്പ്ലെയിൻ വിത്ത് റെഫറൻസ് ടു തിയററ്റിക്കൽ അപ്രോച്ചസ്. എത്തനിസിറ്റിയുടെ ബേസിലും ക്വസ്റ്റ്യൻസ് 6 തവണ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ ലെജിറ്റിമസി, ഡിസ്കസ് ഇറ്റ്സ് വേരിയസ് ബേസസ്, അതും 6 തവണ ചോദിച്ചിട്ടുണ്ട്. അതായത് 7 തവണ 6 തവണ ചോദിച്ചേക്കുന്നതെന്ന് വെച്ചാൽ അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയും തവണ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഈ വരുന്ന എക്സാമിൽ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിട്ടിക്കലി എക്സാമിൻ ഫംഗ്ഷനലിസം ആൻഡ് ഇറ്റ്സ് റെലവൻസ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് സൊസൈറ്റി. 5 തവണ ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് ഏലിനേഷൻ അണ്ടർ ക്യാപിറ്റലിസ്റ്റ് കണ്ടീഷൻസ്. 5 തവണ ചോദിച്ചിരിക്കുന്നു. എക്സ്പ്ലെയിൻ ബ്യൂറോക്രസി ആസ് മാനിഫെസ്റ്റേഷൻ ഓഫ് റാഷണാലിറ്റി ഇൻ സൊസൈറ്റി. അതും 5 തവണ. ആൻഡ് ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി. അതും ഒരു 5 തവണ. അപ്പൊ നമ്മൾ എക്സാം അനലൈസ് മീൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ടും ചോദിച്ചിരിക്കുന്നത്. ഒരു 10 ക്വസ്റ്റ്യൻ, ഈ 10 ക്വസ്റ്റ്യൻ തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് എന്തായാലും എക്സാമിന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഫ്രീക്വൻസി ടേബിൾസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എത്ര തവണ ചോദിച്ചു എന്നുള്ളതിന്റെ ഒരു ഡേറ്റ പോലെ ഒരു ബോക്സ് ആയിട്ട് ചെയ്തേക്കുന്നതാണ്. പാഴ്സൺസ് തിയറി ഓഫ് സോഷ്യൽ ആക്ഷൻ ഫസ്റ്റ് ബ്ലോക്ക് 3rd യൂണിറ്റിൽ വരുന്നതാണ്. 7 തവണ ചോദിച്ചിട്ടുണ്ട്. ആവറേജ് മാർക്സ് വരുന്നത് 20. ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ഗ്രൂപ്പ് റിലേഷൻസ് 7 തവണ ചോദിച്ചിട്ടുണ്ട്. അത് ഏത് ബ്ലോക്കാന്ന് വെച്ചാൽ സെക്കൻഡ് ബ്ലോക്കാണ്, യൂണിറ്റ് 5. കൺസെപ്റ്റ് ആൻഡ് സോഴ്സ് ഓഫ് പവർ, അതും ബ്ലോക്ക് 3 യൂണിറ്റ് 8ഉം 9ഉം വരുന്നു. 7 തവണ ചോദിച്ചിട്ടുണ്ട്. വെബർ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് യൂണിറ്റ് 15 6 തവണയാണ് ചോദിച്ചേക്കുന്നത്. എത്തനിസിറ്റി തിയററ്റിക്കൽ പ്രോബ്ലംസ് ഇതെന്ന് പറയുമ്പോൾ 22ഉം 23 യൂണിറ്റൂടെ 22, 23, 24 ഈ 3 യൂണിറ്റൂടെ കമ്പൈൻ ചെയ്തിട്ടാണ്. അതിൽ നിന്ന് ഒരു 6 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ലെജിറ്റിമസിയുടെ ബേസിൽ 6 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫംഗ്ഷനലിസത്തിന്റെ റെലവൻസ് യൂണിറ്റ് 6ഉം 7ഉം മിക്സ് ചെയ്താണ് അത് വരുന്നത്. ഫംഗ്ഷനലിസം, നിയോ ഫംഗ്ഷനലിസം ഒക്കെ അത് 5 തവണ ചോദിച്ചിട്ടുണ്ട്. ഏലിനേഷൻ അണ്ടർ ക്യാപിറ്റലിസം 5 തവണ. ബ്യൂറോക്രസി ആൻഡ് റാഷണാലിറ്റി 5 ടൈംസ്. സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രസിയും 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആവറേജ് മാർക്സ് നോക്കുവാണെങ്കിൽ പാഴ്സൺസ് തിയറി ഓഫ് സോഷ്യൽ ആക്ഷൻ, സോഷ്യൽ സ്ട്രക്ചർ ഇവാൻ പ്രിച്ചാൻഡ്, പിന്നെ പവർ ആൻഡ് വെബർ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഇതൊക്കെ 20ഉം പിന്നെ അതുപോലെ 20 വരുന്നതിന് ഫംഗ്ഷനലിസം ഇത്രയും 20 മാർക്സ്. സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി ഇത്രയും 20 മാർക്സിന് വരുന്നു. പിന്നെ ബാക്കി 10 മാർക്സ് ആവറേജ് നോക്കുമ്പോൾ 10 മാർക്സ് ആണ് എത്തനിസിറ്റി, ലെജിറ്റിമസി, എലിനേഷൻ ആൻഡ് ബ്യൂറോക്രസി വരുന്നത്. സോ ഇതാണ് മെയിൻ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ ഏറ്റവും നന്നായിട്ട് നമുക്ക് എക്സാം എഴുതണമെങ്കിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ നന്നായി പഠിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ ആൻസേഴ്സ് എങ്ങനെ എഴുതണം എന്ന് അവിടെ ചെന്നിരിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ ആൻസർ റൈറ്റിംഗ് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. കാരണം ഒരു വേർഡ് കൗണ്ട് ഒക്കെ ഉണ്ടല്ലോ, ഇത്ര മാർക്കിന് ഇത്ര വേർഡ്സ് വെച്ചാണ് എഴുതേണ്ടത്. അപ്പൊ നമുക്കത് അനലൈസ് ചെയ്യാനും നമ്മുടെ ബ്രെയിൻ അതൊരു ബ്രെയിൻ മൈൻഡ് മാപ്പിംഗ് പോലൊക്കെ ചെയ്ത് എഴുതാനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഏതൊരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുമ്പോഴും നമുക്ക് തിങ്കേഴ്സ് ഏത് തിങ്കർ ആണോ ഇത് പറഞ്ഞേക്കുന്നത് അതുപോലെ എക്സാമ്പിൾസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അത്രമാത്രം ഈ ഒരു ടോപ്പിക്കിനെ നമുക്ക് അറിയാം എന്നുള്ളൊരു ഇത് ഈ ആൻസേഴ്സ് കറക്റ്റ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. സോ ഈ നല്ല രീതിയിൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ മാക്സിമം എക്സാമ്പിൾസ് ഇംപ്ലിമെന്റ് ചെയ്യാനും അതുപോലെ ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിലൊരു 2-3 തിയറീസ് ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ നോക്കുക. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് തിങ്കേഴ്സിനെ എക്സാമ്പിൾസിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇന്ത്യയിൽ ഇപ്പൊ നടക്കുന്ന റീസെന്റ് ഇഷ്യൂസിന്റെ
ഒക്കെ ബേസിൽ, കണ്ടംപററി ഇഷ്യൂസിന്റെ ഒക്കെ ബേസിൽ നമ്മൾ എക്സാമ്പിൾസ് കൊടുത്ത് ചെയ്യുവാണെങ്കിൽ അത്രമാത്രം നന്നായിരിക്കും. പിന്നെ പ്രാക്ടീസ് ഈച്ച് ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് ട്വൈസ് ആൻഡ് ടൈംഡ്. 2 തവണയെങ്കിലും ഓരോ ക്വസ്റ്റ്യൻസും, ഈ ഫ്രീക്വന്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലും ഒരു 2 തവണയെങ്കിലും ഒന്ന് പ്രിപ്പയർ ചെയ്യുക, മീൻസ് പ്രാക്ടീസ് ചെയ്യുക. ഒരു ടൈമർ ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് എഴുതിയിട്ട് നമ്മൾ തന്നെ ഒരു സെൽഫ് റിവ്യൂ ഒക്കെ ചെയ്യുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. സോ ടോപ്പ് 10 റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ 53% ആ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്, ആൻഡ് 47% ആണ് അതർ ക്വസ്റ്റ്യൻസ് എന്ന് വരുന്നത്. ആൻഡ് പ്രോബബിലിറ്റി നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ചോദിക്കാനുള്ള ചാൻസ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ 10 ടേം ആൻഡ് എക്സാമിനേഷൻസിന്റെ പേപ്പർ വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസസ് എന്ന് പറയുന്നത് യൂണിറ്റ് 3 പാഴ്സൺസ് തിയറി ഓഫ് സോഷ്യൽ ആക്ഷൻ, അത് 70% പ്രോബബിലിറ്റി കാണുന്നുണ്ട്. പിന്നെ സോഷ്യൽ സ്ട്രക്ചർ ഇവാൻ പ്രിച്ചാൻഡ്, അതും 70%. കോൺസെപ്റ്റ്സ് ആൻഡ് സോഴ്സ് ഓഫ് പവർ 70%. ഇതൊക്കെ ഹൈ റെലവൻസ് ആണ്. പിന്നെ വെബർ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് 60% കാണിക്കുന്നുണ്ട്. തിയറീസ് ഓഫ് എത്നിസിറ്റി, ലെജിറ്റിമസി, ബേസിസ് ആൻഡ് ടൈപ്സ്, ഇത് മൂന്നും 60% കാണിക്കുന്നു. പിന്നെ ഫംഗ്ഷണലിസം, നിയോ ഫംഗ്ഷണലിസം, ഏലിയനേഷൻ അണ്ടർ ക്യാപിറ്റലിസം, ബ്യൂറോക്രസി ആസ് റാഷണാലിറ്റി, ഇത് മൂന്നും ഒരു 50%ഓളം കാണിക്കുന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ എത്ര മീഡിയം ലെവലിലാണ് വരുന്നത്. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ PGയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. ഇനി സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി 50%ഓളം ചോദിക്കുന്നുണ്ട്. പിന്നെ 40% വരുന്നതാണ് ബാർത്സ് മോഡൽ ഓഫ് എത്നിക് ബൗണ്ടറീസ്, അതും ഒരു മീഡിയം ലെവലാണ്. 40 എന്നൊക്കെ പറയുമെങ്കിലും അതും കറക്റ്റഡ് മീഡിയം ലെവലിൽ വരുന്നതാണ്. പിന്നെ സിറ്റിസൺഷിപ്പ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ഇനിക്വാലിറ്റി, മോഡേണിറ്റി, പോസ്റ്റ് മോഡേണിറ്റി ആൻഡ് ഫൂക്കോയുടെ പവർ ആൻഡ് നോളജ്, ഇത് ഇത്രയും ലോ റെലവൻസിൽ വരുന്നതാണ്. അതിൽ ഫൂക്കോ പവർ ആൻഡ് നോളജ് 20% വരുന്നുള്ളൂ. ബാക്കി 3 ബ്ലോക്ക് 5, 7, 8 വരുന്ന സിറ്റിസൺഷിപ്പും സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, മോഡേണിറ്റി, പോസ്റ്റ് മോഡേണിറ്റി ഒക്കെ 30%ഓളം പ്രോബബിലിറ്റി ചാൻസ് ഉണ്ട് വരാനായിട്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ചാൻസ് ഏതിനാന്ന് ചോദിച്ചാൽ പാഴ്സൺസ് തിയറി ഓഫ് സോഷ്യൽ ആക്ഷൻ, സോഷ്യൽ സ്ട്രക്ചർ ഇവാൻ പ്രിച്ചാർഡ്, കോൺസെപ്റ്റ് ആൻഡ് സോഴ്സ് ഓഫ് പവർ, ഇതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ. അതായത് 10 പേപ്പേഴ്സ് എടുക്കുമ്പോൾ 7 കൂടുതൽ തവണ അപ്പിയർ ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് ആണ് 70% അബോ ആയിട്ട് ചെയ്തേക്കുന്നത്. ആൻഡ് മീഡിയം എന്ന് പറയുമ്പോൾ ഒരു 4 തൊട്ട് 6 പേപ്പേഴ്സിൽ വരെ ഒരു 40 to 69% എന്ന് കാണിച്ചേക്കുന്നത് 4 തൊട്ട് 6 പേപ്പറിൽ വരെ ഈ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് 3 അല്ലെങ്കിൽ 1, 2, 3 പേപ്പറിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നേക്കുന്നതാണ് നമ്മൾ ഈ ലോ റെലവൻസിലായിട്ട് കൊടുത്തേക്കുന്നത്. ഇനി ജസ്റ്റിഫിക്കേഷൻ ഫുട് നോട്ട്സ്, മീൻസ് ഈ നമ്മൾ ഈ ഒരു ഡേറ്റക്കകത്ത് കാണണ്ടല്ലോ ജസ്റ്റിഫിക്കേഷൻ ഫുട് നോട്ട്, ഫസ്റ്റ് ബ്ലോക്കിൽ 1, സെക്കൻഡ് ബ്ലോക്കിൽ 2. അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ പാഴ്സൺസിന്റെ ആക്ഷൻ തിയറി ഏകദേശം 7 തവണ കഴിഞ്ഞ ലാസ്റ്റ് 10 പേപ്പേഴ്സ് നോക്കുമ്പോൾ 7 തവണ ചോദിച്ചിട്ടുണ്ട്. സോഷ്യൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇവാൻ പ്രിച്ചാർഡിന്റെ ആ ഒരു സോഷ്യൽ സ്ട്രക്ചറിനെ പറ്റിയും 10ൽ 7 തവണ ചോദിച്ചിട്ടുണ്ട്. പവർ, കോൺസെപ്റ്റ് ഓഫ് സോഴ്സസും 10ൽ 7 തവണയാണ്. വെബർ ഓൺട്രപ്രണർഷിപ്പ് 6 തവണ. 10 പേപ്പേഴ്സിൽ വെച്ച് നോക്കുമ്പോൾ മീൻസ് അത്രമാത്രം ഒരു പ്രൂഫ് പോലാണ്, നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. എത്നിസിറ്റി ആണെങ്കിൽ 6 തവണ, ലെജിറ്റിമസി 6 തവണ ചോദിച്ചിട്ടുണ്ട്. ഫംഗ്ഷണലിസം 5 തവണ, ഏലിയനേഷൻ ആൻഡ് ക്യാപിറ്റലിസം, ബ്യൂറോക്രസി, റാഷണാലിറ്റിയും സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി, ഇത് 5 തവണയാണ് ചോദിച്ചേക്കുന്നത്. ബാർട്സ് ബൗണ്ടറി മോഡൽ 4 തവണ ചോദിച്ചിട്ടുണ്ട്. സോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പാഴ്സൺ സോഷ്യൽ ആക്ഷൻ, അത് നമ്മൾ ഒരു ഡയഗ്രാം വെച്ചിട്ടാണെങ്കിൽ ഏതൊക്കെ നമ്മൾ നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വേണം അത് നോക്കാൻ. പിന്നെ സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ ഈ മൈൻഡ് മാപ്പിംഗും നമുക്ക് കമ്പയർ ചെയ്യാവുന്ന അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ചെയ്ത് പറയാവുന്ന തിയറീസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് പവർ, കോൺസെപ്റ്റ് ആൻഡ് സോഴ്സസ് ആണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ നോക്കുവാണെങ്കിൽ അത്ര അധികം ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ആൻസേഴ്സ് നല്ല രീതിയിൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ ബേസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക, എങ്ങനെയൊക്കെ രീതിയിലാണ് പവറിന്റെ ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗൈഡിന്റെ കൂടെ ഫീഡ്ബാക്ക് ഒക്കെ എക്സാംസ് എഴുതി നോക്കിയിട്ട് ഇങ്ങനെ തന്നെയാണോ എഴുതേണ്ടത് എന്നുള്ള രീതിയിൽ ചോദിച്ചു നോക്കുക. ഇനി നെക്സ്റ്റ് മീഡിയം പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ വെബർ ആൻഡ് ഓൺട്രപ്രണർഷിപ്പിന്റെ ഓൺട്രപ്രണർഷിപ്പ്, എത്നിസിറ്റി, ലെജിറ്റിമസി, ഫംഗ്ഷണലിസം, ഏലിയനേഷൻ, ബ്യൂറോക്രസി, സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി, പിന്നെ ബാർട്സ് മോഡൽ, ഇത്രയാണ് മീഡിയം പ്രയോറിറ്റി
രീതിയിൽ വരുന്നത്. അത് ഈ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ റിവൈസ് ചെയ്ത് നോക്കുക, കറക്റ്റ് ആയിട്ട് എക്സാമ്പിൾസ് കൊടുക്കാൻ നോക്കുക. ആൻഡ് ഓൾസോ ഓരോ ടോപ്പിക്കിലും കറക്റ്റ് ആയിട്ട് എന്താ ടൈം വെച്ചിട്ട് ടൈമർ ഒക്കെ വെച്ചിട്ട് ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കുക. ലോ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസിൽ സമ്മറി നോട്ട്സ് ജസ്റ്റ് ഇത് ഈ മീഡിയം പ്രയോറിറ്റിയും ഹൈ പ്രയോറിറ്റി ഉള്ള ക്വസ്റ്റ്യൻസിനായിരിക്കണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. ഈ എക്സാമ്പിൾസും തിങ്കേഴ്സിനെ ഒക്കെ വെച്ചിട്ട് നമ്മൾ നല്ല ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക. ലോ പ്രയോറിറ്റി ഉള്ളത് ജസ്റ്റ് സമ്മറൈസ് ചെയ്ത് വെച്ചേക്കുക. മീൻസ് എന്താണ് സംഭവം എന്ന് നമുക്ക് പറയാൻ അറിഞ്ഞിരിക്കണം. പിന്നെ നേരത്തെ ചോദിച്ചിരിക്കുന്ന ഷോർട്ട് നോട്ട്സും ഒക്കെ റിവ്യൂ ചെയ്തിട്ട് ഈ സിറ്റിസൺഷിപ്പ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, മോഡേണിറ്റി, പോസ്റ്റ് മോഡേണിറ്റി, ഹൂക്കോയുടെ പവർ ആൻഡ് നോളജിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ജസ്റ്റ് നമ്മുടേതായ ഒരു സമ്മറി നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ച് നോക്കാം. സോ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ അപ്പിയറൻസ് നോക്കുവാണെങ്കിൽ സോഴ്സസ് ഓഫ് പവർ, സോഷ്യൽ സ്ട്രക്ചർ, പാർട്സ് ആൻഡ് സോഷ്യൽ ആക്ഷൻ, അത് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് അതാണ് നമ്മൾ റെഡ് കളറിൽ കാണിച്ചേക്കുന്നത്. പിന്നെ ബാക്കി വരുന്നത് യെല്ലോ കളറിൽ കാണിക്കുന്ന മീഡിയം പ്രോബബിലിറ്റി ആൻഡ് ലൈറ്റ് യെല്ലോ കളറിൽ കാണിച്ചേക്കുന്നത് ഏതാ ഈ ലോ പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതാണ് ഹൈ പ്രോബിലിറ്റി 70% ഓഫ് ചോദിച്ചേക്കുന്നതും അതാണ്. പിന്നെ ഓറഞ്ച് അല്ലെങ്കിൽ മീഡിയം ആണ് 40 to 16 ആൻഡ് യെല്ലോ ഈസ് ലോ പെർസെന്റേജ്. ഇനി നമുക്കൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇതിനകത്താണെങ്കിൽ നമുക്ക് 500 വേർഡ്സിന്റെ ബേസ് 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ആൻസർ ചെയ്യേണ്ടത്. എല്ലാ ക്വസ്റ്റ്യൻസും ഈക്വൽ മാർക്സ് എന്നുള്ള രീതിയിൽ 100 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, 3 മണിക്കൂറുണ്ട്. സോ ഇതിൽ 20 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി നോക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ പാർട്സ് ആൻഡ് ആക്ഷൻ തിയറി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ എയിൽ ചോദിച്ചിരിക്കുന്നത്. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് പാർട്സ് ആൻഡ് സോഷ്യൽ ആക്ഷൻ തിയറി വെൻ അപ്ലൈ ടു ഡിജിറ്റൽ സോഷ്യൽ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ, യൂസ് ദ ഫോളോയിങ് ഡേറ്റ സെറ്റ് ഫോർ റെഫറൻസ്. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി ചോദിച്ചേക്കുന്നത്. സോ അതിന്റെ രീതിയിൽ തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യണം. എന്താണ് പാർട്സ് ആൻഡ് ആക്ഷൻ തിയറി എന്നുള്ള ഒരു കാര്യം നമുക്ക് ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. എന്താണ് ദിസ് ആക്ഷൻ സിസ്റ്റം, എന്താണ്, എന്തൊക്കെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്, പിന്നെ അജിൽ തിയറി, ആക്ടേഴ്സിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അതിന്റെയൊക്കെ ബേസിലായിരിക്കണം ഈ ഒരു ഡേറ്റ സെറ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. സോ 2019 to 24 നമ്പർ ഓഫ് ഡിജിറ്റൽ ക്യാമ്പയിൻസ്, സോഷ്യൽ കോസസ്, അത് എന്റെ എക്സാമ്പിൾ വെച്ചിട്ട് 42 ആണ് നമ്പർ ഓഫ് ഡിജിറ്റൽ ക്യാമ്പയിൻസ് വന്നിരിക്കുന്നത്. പെർസെന്റേജ് അച്ചീവിംഗ് പോളിസി ചേഞ്ച് 12%, ആൻഡ് മെയിൻ ആക്ടേഴ്സ് അതായത് സ്റ്റുഡൻസ് 48, NGOs 24, അൺഅഫിലിയേറ്റഡ് സിറ്റിസൺസ് 28. അപ്പം ഇത്രയും നമുക്ക് ഡേറ്റ് തന്നിട്ടുണ്ട്. അതിന്റെ ബേസിൽ നമുക്ക് പറയാൻ പറ്റും ഈ സ്റ്റുഡൻസ് 48, NGOs 24 എന്നൊക്കെ പറയുന്നുണ്ട് പാർട്സിന്റെ തിയറി അനുസരിച്ച് ആക്ടേഴ്സ് ആണ് അല്ലെ. സോ പ്രൈമറി ആക്ടേഴ്സ് അവരാണ് ഏജൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഡിജിറ്റൽ സ്പേസിനെ പറ്റി ചോദിച്ചേക്കുന്നതെന്ന് പറയുമ്പോൾ അവർ എത്രമാത്രം ആ ഒരു എൻവയോൺമെന്റുമായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മൂവ്മെന്റിന് വേണ്ടി ഡിജിറ്റൽ സ്പേസ് എങ്ങനെ യൂസ് ചെയ്യുന്നു, അഡാപ്റ്റ് ചെയ്ത് പോകുന്നു, അതിന്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഗോൾ അറ്റൈൻമെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ അച്ചീവിംഗ് പോളിസി ചേഞ്ച് 12% ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. മീൻസ് ഒരു സക്സസ് എത്രമാത്രം പോളിസി ചേഞ്ച് മീൻസ് എത്രമാത്രം സക്സസ് വന്നിട്ടുണ്ടെന്ന്, അത് എത്ര എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണ്. സോ പാർട്സിന്റെ ഈ ഒരു തിയറീസ് അനുസരിച്ച് ആക്ടേഴ്സ് മസ്റ്റ് ഹാവ് ക്ലിയർ ഗോൾസ് ആൻഡ് അപ്രോപ്രിയേറ്റ് മെക്കാനിസംസ് ടു പെർസ്യൂ ദീസ് ഗോൾസ്. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കണം ഈ ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. പിന്നെ ഡിജിറ്റൽ ക്യാമ്പയിൻസിന്റെ ഇന്റഗ്രേഷൻ, പിന്നെ ലേറ്റൻസി, AGIL ഫ്രെയിംവർക്കിന്റെ ബേസിൽ നമുക്കിത് അനലൈസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. സോ പാർട്സിന്റെ ആക്ഷൻ തിയറി, പിന്നെ അതുപോലെ തന്നെ ആ സിറ്റുവേഷൻ, മോട്ടിവേഷൻ, ഓറിയന്റേഷൻ, ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ന്യൂ സോഷ്യോളജിക്കൽ സ്റ്റഡി surveyed 100 Indian urban communities and found that 61% exhibited strong kinship-based groupings, while 39% had weak groupings but higher institutional participation. Using Ivan Pritchard's approach, analyze how these findings reflect evolving nature of social structure in metropolitan India. ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ, സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 61% സ്ട്രോങ് കിൻഷിപ്പ് ബേസ്ഡ് ആണ്. അതെന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി മോഡലാണ് കാണിക്കുന്നത്. ആൻഡ് അതെന്ന് പറയുമ്പം പ്രിച്ചാർഡിന്റെ കൾച്ചറൽ പെർസിസ്റ്റൻസും മോഡേൺ സെറ്റിംഗും ആ ഒരു ഐഡിയ വെച്ചിട്ടായിരിക്കണം നമ്മൾ നോക്കേണ്ടത്. ആൻഡ് 39% എന്ന് പറയുമ്പോൾ വീക്ക് ഗ്രൂപ്പ് ടൈസ് ആണ്, പക്ഷെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പാർട്ടിസിപ്പേഷൻ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അതായത് അസോസിയേഷണൽ സ്ട്രക്ചേഴ്സിനെ പറ്റിയാണ്. ആൻഡ് ഓൾസോ മോഡേൺ അർബൻ ബ്യൂറോക്രാറ്റിക് സൈഡ് സൊസൈറ്റിയുടെ എങ്ങനെയാണ്, അതായത് മെട്രോപൊളിറ്റൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ആ ഒരു നേച്ചർ ഒക്കെ എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വരുന്നത് എന്ന് മൊത്തത്തിൽ പറയുന്നുണ്ട്. സോ ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു യൂണിഫോംലി മോഡേണൈസ് ആയിട്ട് നടക്കുന്നില്ല, മീൻസ് സെയിം ആയിട്ടല്ല നടക്കുന്നത്.
എല്ലാം ട്രഡീഷനും അതിന്റെ കൂടെ തന്നെ മോഡേണിറ്റിയും കൂടെ കോ എക്സിസ്റ്റ് ചെയ്യുന്നത് പോലെയാണ്. അല്ലാതെ ട്രഡീഷൻ മൊത്തത്തിൽ ഇറേസ് ചെയ്ത് കളയാനൊന്നും പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അനാലിസിസിലൂടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം. അപ്പം സോഷ്യൽ സ്ട്രക്ചർ ഇവൻ പ്രിച്ചാർഡ്സിന്റെ ആ ഒരു യൂണിറ്റിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവൺ ദ ഫോളോയിങ് ഡേറ്റ ഫ്രം 3 cities. City A, 75% residents feel powerless in local governance. City B, 56% can identify allied decision makers, and City C, 68% participate in online civic debates, but only 7% attend offline meetings. Apply major power theories to interpret these patterns of power distribution and legitimacy. So ഇത് മെയിൻ ആയിട്ടും ഏത് ബ്ലോക്കിൽ നിന്ന് വരുന്ന കോൺസെപ്റ്റ് ആൻഡ് സോഴ്സ് ഓഫ് പവർ എന്നുള്ള ബ്ലോക്കിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മൾ ഈ യൂണിറ്റ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസേഴ്സ് ഒക്കെ പെട്ടെന്ന് എഴുതാൻ പറ്റും, ഓരോന്ന് കണക്ട് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഇപ്പം LI തിയറിയുടെ കാര്യം വെച്ച് സിറ്റി എയുടെ കാര്യം നോക്കുവാണെങ്കിലും LI തിയറി മീൻസ് എന്താ, ഒരു ഫ്യൂ വളരെ കുറച്ച് ആൾക്കാരുടെ കയ്യിലായിരിക്കും ആ ഒരു പവർ നിൽക്കുന്നത്. ആ ഫ്യൂ പീപ്പിൾസ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങും എല്ലാം ആ ഒരു മൈനോറിറ്റി അല്ലെങ്കിൽ എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലായിരിക്കും. മെജോറിറ്റി എന്താ പവർ ഒന്നും ഇല്ലാതെ ഡിസെംപവേർഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നതെന്നാണ് ഫസ്റ്റ് കാണിക്കുന്നത്. ഇനി സിറ്റി ബിയുടെ നോക്കുവാണെങ്കിൽ അപ്പൊ അത് LI തിയറിയുടെ കാര്യത്തിലും CW മിൽസിന്റെ ഒക്കെ തിയറി വെച്ചിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ആൻഡ് സെക്കൻഡ്, മാർക്സിസ്റ്റ് തിയറിയുടെ ബേസിൽ എലൈറ്റ് ഡിസിഷൻ മേക്കേഴ്സ്, അതായത് അവരായിരിക്കും എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്, ആ ഒരു രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ആൻഡ് പിന്നെ ഫൂക്കോയുടെ വ്യൂസ് വെച്ചിട്ട് നമുക്ക് മീൻസ് അവരുടെ എങ്ങനെയാണ് ഈ പവർലെസ്നെസ് എന്ന് പറയുന്നത് എങ്ങനെ ആൾക്കാർ ഇന്റേണലൈസ് ചെയ്ത ബിലീഫായി ആ ഒരു രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ LI തിയറിയും ഫൂക്കോന്റെയും മാർക്സിസ്റ്റ് വ്യൂവും എല്ലാം വെച്ചിട്ട് മീൻസ് ഈ ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാം. നമ്മൾ ആ യൂണിറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഈസി ആയിട്ട് നമുക്കത് അനലൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, കമ്പാരിറ്റീവ് ടേബിൾ ഓഫ് ഓൺട്രപ്രനേഴ്സ് ഇൻ 2 sectors, ടെക്നോളജി ആൻഡ് അഗ്രികൾച്ചർ ഇസ് ഗിവൺ. അതായത് വെബറിന്റെ ഐഡിയൽ ടൈപ്പ് വെച്ചിട്ടും ഷംപീറ്റേഴ്സ്, ഇന്നോവേറ്റേഴ്സ് ആൻഡ് ട്രഡീഷണൽ, ഈ മൂന്നിന്റെ പെർസെന്റേജ് ടെക്നോളജിയിലെയും അഗ്രികൾച്ചറിലെയും തന്നിട്ടുണ്ട്. അതിന്റെ ബേസിൽ അനലൈസ് ദ സോഷ്യോളജിക്കൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദീസ് ഫൈൻഡിങ്സ്, ഡ്രോയിങ്സ് ഓൺ വെബേഴ്സ് ആൻഡ് ഷോംപീറ്റേഴ്സ് പെർസ്പെക്ടീവ് ഓൺ ഓൺട്രപ്രണർഷിപ്പ്. ഇത് ഏത് ബ്ലോക്കിൽ വരുന്നതെന്ന് വെച്ചാൽ ബ്ലോക്ക് ഫോളോ ഓൺട്രപ്രണർഷിപ്പ്, വെബർ ആൻഡ് ഷോംപീറ്ററിന്റെ ആ ഒരു യൂണിറ്റിൽ വരുന്നതാണ്. സോ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ടെക്നോളജി 43% എന്ന് പറയുന്നുണ്ട്. അത് വെബറിന്റെ ഐഡിയൽ ടൈപ്പ് നോക്കുകയാണെങ്കിൽ എന്താ, ഒരു റാഷണൽ ഗോൾ ഓറിയന്റഡ് ആക്ഷൻ, ഒരു ഗോൾ ഓറിയന്റഡ് ആക്ഷൻ ആയിട്ട് പറയാൻ പറ്റും. എന്താ, ഓൺട്രപ്രണേഴ്സ് ഈ ഒരു പ്ലാനിങ്ങും ഫോമൽ റൂൾസ് അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് മെത്തേഡിൽ എത്രമാത്രം എന്താ റിലൈ ചെയ്ത് നിൽക്കുന്നുണ്ട് എന്ന് കാണാൻ പറ്റും. ഇനി അഗ്രികൾച്ചർ എന്ന് പറയുന്നത് 60% ആണ് ഐഡിയൽ ടൈപ്പ് വെച്ച് നോക്കുമ്പോൾ. അത് എന്ന് പറയുമ്പോൾ ആ റാഷണലൈസേഷന്റെയും ആ ഒരു ഫോമൽ സിസ്റ്റത്തിനോടുള്ള അപ്രോച്ച് എത്രമാത്രം കുറവാണ് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. സോ ടെക്നോളജി എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഉണ്ട്, എന്നാലും അതിന്റെ ടെക്നോളജി ഉണ്ടെങ്കിൽ അഗ്രികൾച്ചർ എന്താണ് ഈ ഒരു ഇതിൽ ലാഗ് ചെയ്ത് വരുവാന്നൊക്കെയാണ് ഈ ഒരു ഡേറ്റയിൽ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നത്. ഇനി ഷംപീറ്ററിന്റെ ഇത് നോക്കുവാണെങ്കിലും എന്താ, ടെക്നോളജി 39% വരുന്നുണ്ട്, ഇന്നോവേഷൻസ് വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കാം. അഗ്രികൾച്ചറിൽ 24 വരുന്നുണ്ട്, അതും ഇന്നോവേഷൻ ഉണ്ട്, പക്ഷെ ടെക്നോളജിയുടെ അത്രയും അങ്ങോട്ട് വരുന്നില്ല എന്നുള്ള രീതിയിൽ. ഇനി ട്രഡീഷണൽ റോൾ ആണെങ്കിലും ടെക്നോളജി 18% ആണ്, കാരണം ട്രഡീഷൻ ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ഓൺട്രപ്രണർഷിപ്പിന്റെ, അതായത് മോഡേൺ രീതിയും അതുപോലെ തന്നെ ട്രഡീഷണൽ രീതിയുടെ ആ ഒരു രണ്ടും കൂടെ അനലൈസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യേണ്ടത്. ട്രഡീഷണൽ നിന്ന് ഇന്നോവേഷൻ നടക്കുന്നുണ്ടെങ്കിലും അതൊരു എന്താ കൺസിസ്റ്റന്റ് ആയിട്ട് നടക്കുന്നില്ല, ഒരു അൺഈവൻ രീതിയിലാണ്. അത് ഈ സോഷ്യൽ മൊബിലിറ്റിയും എല്ലാം കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇനി ഡിസ്കസ് ദ challenges and opportunities of functionalism in understanding rapid urbanization using this data. ഇത് ബ്ലോക്ക് 2 ഫംഗ്ഷനലിസം ആൻഡ് നിയോ ഫംഗ്ഷനലിസത്തെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ പറയുന്നത് ഡേറ്റ തന്നിട്ടുണ്ട്. 68% ഓഫ് ന്യൂ അർബൻ മൈഗ്രൻസ് സൈറ്റ് ലാക്ക് ഓഫ് സോഷ്യൽ സപ്പോർട്ട് ആസ് എ മേജർ കൺസേൺ. And 23% report formation of new associational groups within 5 years. ഇതിനകത്താണെങ്കിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PhD നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നുവിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നു നൽകി വരുന്ന 36ഓളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.
അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. എന്താ ഈ ഒരു ഈ അർബനൈസേഷനും ഇതൊക്കെ വന്ന ഫങ്ഷണലിസം നിയോ ഫങ്ഷണലിസം വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്. ഫങ്ഷണലിസം ഈ രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇനിഷ്യലി വരുന്ന ആ ഒരു സോഷ്യൽ ഡിസ്ലൊക്കേഷൻ, ആൾക്കാർ ഒരു സ്ഥലത്ത് നിന്ന് മാറുന്നു, അതിൽ അഡാപ്റ്റേഷന്റെ ഭാഗം മീൻസ് അർബനൈസേഷന്റെ ഭാഗമായിട്ട് ലോങ് ടേം അഡാപ്റ്റേഷനിലോട്ട് പോകുന്നു. അപ്പം ആദ്യം ഒരുപാട് ചേഞ്ചസ് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും ആ ഒരു എങ്ങനെയാണ് ആ ഒരു സൊസൈറ്റി ഈ ഒരു മൈഗ്രൻസ് കൂടെ കണക്റ്റഡ് ആയി വരുന്നത്, ആ ഒരു ഓർഡർ, സ്റ്റെബിലിറ്റി, കൊഹഷൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഫോക്കസ് ചെയ്യുന്നതെന്ന് ഈ ഒരു ഇതിൽ മീൻസ് 68% എന്തുവാ ഒരു ലോക്കൽ സോഷ്യൽ സപ്പോർട്ട്, അവർ കുറച്ചും കൂടെ ഏലിയനേറ്റഡ് ആയിട്ട് നിൽക്കുന്നതെന്നൊക്കെ പറയാൻ പറ്റും. മീൻസ് എന്താ സോഷ്യൽ സപ്പോർട്ട് ഇല്ല എന്ന 23% അവിടെ ന്യൂ അസോസിയേഷൻ ഗ്രൂപ്പ്സ് 5 വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുണ്ട്. സോ രണ്ട് രീതിയിലായിരിക്കണം ഈ ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത് അർബനൈസേഷന്റെ ബേസിൽ. The next question, a recent survey on citizenship in multicultural sites reports 81% awareness of legal rights, only 46% awareness of civic duties. 62% feel national and local identities are in conflict. Critically examine these findings in the light of classical and contemporary theories of citizenship. അപ്പം സിറ്റിസൺഷിപ്പിന്റെ ക്ലാസിക്കൽ തിയറീസും കണ്ടംപററി തിയറീസും വെച്ചിട്ട് വേണം നമ്മൾ ഈ 3 പോയിന്റ്സും അനലൈസ് ചെയ്യാൻ. അപ്പൊ ആദ്യമേ ആരൊക്കെയാണ് എന്തൊക്കെയാണ് പറയുന്നത്, അല്ലെങ്കിൽ എക്സാമ്പിൾസ് വെച്ചിട്ടൊക്കെ, അല്ലെങ്കിൽ കണ്ടംപററി തിയറീസിന്റെ ബേസിൽ എക്സാമ്പിൾസ് വെച്ചിട്ട് വേണം ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാനായിട്ട്. അപ്പൊ TH മാർഷലിന്റെ തിയറീസ് സിവിൽ പൊളിറ്റിക്കൽ സോഷ്യൽ റൈറ്റ്സിനെ പറ്റിയൊക്കെ പറയും. പിന്നെ ഡേറ്റ മീൻസ് ഈ കോൺട്രഡിക്ട് ചെയ്യുന്നത്, ആദ്യം പറയുന്ന 81% ലീഗൽ റൈറ്റ്സ് അറിയാവുന്ന, പിന്നെ പറയുന്ന 46% മാത്രമേ സിവിക് ഡ്യൂട്ടീസ് അറിയാവുന്നു. അപ്പൊ അവിടെ ഒരു ഇംബാലൻസ് ആണ് കാണിക്കുന്നത്. മീൻസ് ഒരു കറക്റ്റ് റെസ്പോൺസിബിൾ അല്ലാത്ത റൈറ്റ് ബേസ്ഡ് സിറ്റിസൺഷിപ്പിന്റെ കാര്യമാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ കണ്ടംപററി തിയറീസ് വെച്ചിട്ടും ഗ്രൂപ്പ് ഡിഫറൻഷിയേറ്റഡ് റൈറ്റ്സ്, ലോക്കൽ ഐഡന്റിറ്റീസ്, കൾച്ചറൽ പ്ലൂറിസം ഇതൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം. ഇനി 7th one, below is a table from a stratification study of 500 individuals. അത് ഓരോ കാറ്റഗറി, ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ സോഷ്യൽ മൊബിലിറ്റി 42%, എക്സ്പീരിയൻസ്ഡ് ഡിസ്ക്രിമിനേഷൻ 90, OBC കാറ്റഗറി 36% ഓഫ് സോഷ്യൽ മൊബിലിറ്റി, എക്സ്പീരിയൻസ്ഡ് ഡിസ്ക്രിമിനേഷൻ 34, അങ്ങനെ SC ST വിമന്റെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബേസിൽ സോഷ്യോളജിക്കൽ തിയറീസ് ഓഫ് ഇനിക്വാലിറ്റി ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് ഡിസ്കസ് ദ പാറ്റേൺ ഒബ്സർവ്ഡ്. സോ അത് എന്ന് പറയുന്നത് ഈ ഒരു ഡേറ്റ അനുസരിച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം എന്താണ് മീൻസ് ഇനിക്വാലിറ്റി എത്രമാത്രം ഉണ്ട്. പിന്നെ അതെന്ന് പറയുമ്പോൾ ഏതാ ഫങ്ഷണലിസ്റ്റ് തിയറി യൂസ് ചെയ്യാം, കോൺഫ്ലിക്ട് തിയറി യൂസ് ചെയ്യാം, ഇന്റർസെക്ഷനാലിറ്റി യൂസ് ചെയ്യാം. അതൊക്കെ വെച്ചിട്ട് ഓരോ തിയറിയുടെ ബേസിലായിരിക്കണം നമ്മളിത് അനലൈസ് ചെയ്യേണ്ട എന്തൊക്കെ ബാരിയേഴ്സ് ആണ്. ഇപ്പൊ മാർക്സ് പറയുന്നതെന്ന് പറഞ്ഞാൽ ക്ലാസ് ബേസ്ഡ് പ്രിവിലേജിനെ പറ്റി പറയുന്നുണ്ട്, കോൺഫ്ലിക്ട് തിയറി മാർക്സും വെബറും പറയുന്നുണ്ട്. പിന്നെ ഫങ്ഷണലിസം ആണെങ്കിൽ ഡേവിസൺ മൂർ പറയുന്ന ഇങ്ങനെ 2 കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ മീൻസ് എന്താ സ്ട്രാറ്റിഫിക്കേഷനും അത്യാവശ്യമാണ്, നെസസറി ആണ്. അങ്ങനെ നമുക്ക് അനലൈസ് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ്. ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറയുമ്പോൾ എന്താ ഒരു വിമനെ തന്നെ നോക്കുവാണെങ്കിൽ ഷീസ് ഫ്രം എ ഷെഡ്യൂൾഡ് കാസ്റ്റ് 2 രീതിയിലാണ്. അപ്പം കാസ്റ്റിന്റെ ബേസിലും കിട്ടും, ജെൻഡറിന്റെ ബേസിലും കിട്ടുന്നുള്ളൂ. അങ്ങനെയുള്ള ഇന്റർസെക്ഷണൽ രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഇത് അനലൈസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഷ്യൽ മീഡിയ ഡിസ്കോഴ്സ് അനാലിസിസ് ഫൗണ്ട് 47% ഓഫ് ഡിസ്കഷൻസ് ഓൺ എത്നിസിറ്റി ഫോക്കസ് ഓൺ ബൗണ്ടറി മെയിൻറ്റെനൻസ്, 29% on identity construction and 24% on conflict resolution. Using Bart's model and the related approaches, analyze the significance of boundary maintenance in contemporary Indian ethnic groups. ഇതിനകത്ത് പറയുന്നത് എന്താന്ന് വെച്ചാൽ എന്താ ബാർട്ടിന്റെ ബൗണ്ടറി മോഡൽ ആ ഒരു എത്തനിസിറ്റിയുടെ ചാപ്റ്ററിന്റെ ബേസിലായിരിക്കണം അത് അനലൈസ് ചെയ്യേണ്ടത്. എത്തനിസിറ്റി എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ കൾച്ചറൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആണ്. ഒരു അസ് വേഴ്സസ് ദം എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് അവർ ഇന്ററാക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതിൽ 47% ഓഫ് ഡിസ്കഷൻസ് അത് ബൗണ്ടറി മെയിൻറ്റെയിൻസിന്റെ കാര്യം പറയുന്നുണ്ട്. അതായത് സിംബോളിക് ബൗണ്ടറീസ്, ലാംഗ്വേജ്, റിലിജിയൻ, ഡ്രസ്സ്, കാസ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ നറേറ്റീവ്സ് ഒക്കെ എങ്ങനെയാണ് ഓൺലൈൻ ഡിസ്കഷൻസിൽ എത്രമാത്രം അത് ഇൻക്ലൂഡ് ചെയ്യും. സോഷ്യൽ മീഡിയയുടെ വെച്ചിട്ടാണല്ലോ ചോദിക്കുന്നത്. അതിന്റെ ബേസ് ഐഡന്റിറ്റി എങ്ങനെ ഫോം ചെയ്യുന്നു. പിന്നെ ഐഡന്റിറ്റി കൺസ്ട്രക്ഷൻ 29% ആണ് പറയുന്നത്. അത് അവരുടെ ഐഡന്റിറ്റി എങ്ങനെ റീഫ്രെയിം ചെയ്യുന്നു. ഇപ്പം യൂത്ത് ബേസ്ഡ് ആയിട്ടുള്ള കാസ്റ്റ് മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്, ഡിജിറ്റൽ ട്രൈബൽ ഐഡന്റിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ബേസിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഈ പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പിന്നെ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ 24% എന്ന് പറയുമ്പോൾ എന്താ
പറയുന്ന ഇന്റർ ഗ്രൂപ്പ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ബേസിലാണ് ആ ഒരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. മീൻസ് ഇത് 24% എന്ന് പറയുന്നത് ഒരു ലോ പെർസെന്റേജ് ആണെങ്കിലും ബൗണ്ടറീസ് ഇത്രയും ഉണ്ട്. മീൻസ് ബൗണ്ടറീസ് ആർ മോർ എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയുന്നുണ്ട് ഇന്ത്യയുടെ കാര്യത്തിൽ ഓൺലൈൻ എത്തനിക് ഡിസ്കോഴ്സിന്റെ ഒക്കെ വെച്ചിട്ട്. അപ്പൊ സോഷ്യൽ മീഡിയസിൽ എത്രമാത്രം ഇങ്ങനെ ഡിസ്കോഴ്സ് നടക്കുന്നു എന്നുള്ളതിന്റെ ബേസിൽ നമുക്ക് അത് അനലൈസ് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ ഭാരത്തിന്റെ ബൗണ്ടറി മോഡൽ എന്താണെന്നും അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത്. സോ ഭാരതത്തിന്റെ അപ്രോച്ച് എങ്ങനെയാണ്, എത്തനിക് ബൗണ്ടറീസ് എന്ന് പറയുന്നത് ട്രഡീഷന്റെ ഭാഗമല്ല, ഈ ആക്റ്റീവ് ആയിട്ട് നടക്കുന്ന ഡിസ്കഷന്റെ ഭാഗമായിട്ട് വരുന്നു എന്നൊക്കെയുള്ള ആ ഒരു ഐഡിയാസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ. ഇൻ എ റീസെന്റ് പോളിസി ഇനിഷ്യേറ്റീവ് അർബൻ ലോക്കൽ ബോഡീസ് ക്രിയേറ്റഡ് citizen deliberation forums to promote participatory democracy. In the pilot way, 18 forums established, 12 active after 6 months. Average forum size 38 participants. 4 forums led to tangible policy change. Discuss with reference to theories of civil society and democracy, the effectiveness and challenges of such participatory mechanism. ഇത് സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി എന്ന് പറയുന്ന ബ്ലോക്കിലാണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഏത് യൂണിറ്റിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചതെന്ന് ആദ്യമേ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ആൻസേഴ്സ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് മനസ്സിലാവും. ഇപ്പൊ ഫസ്റ്റ് ആ ഡേറ്റ് തരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം സിറ്റിസൺ ആ ഒരു ബേസിലായിരിക്കും. പിന്നെ നമുക്ക് പറയുന്നുണ്ട് ഡിസ്കസ് വിത്ത് റെഫറൻസ് ടു തിയറീസ് ഓഫ് സിവിൽ സൊസൈറ്റി ആൻഡ് ഡെമോക്രസി, എന്തിന്റെ ബേസിലാണ് ഡിസ്കസ് ചെയ്യേണ്ടേ എന്ന് പറയുന്നുണ്ട്. സോ അപ്പം പോളിസി ഇനിഷ്യേറ്റീവ് എങ്ങനെയാണ് ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഗവൺമെന്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഗുഡ് ഗവർണൻസിന്റെ ഭാഗമായിട്ട് വരുന്നത്, ഈ ഓരോ ഫോറവും എങ്ങനെ ആക്റ്റീവ് സിവിൽ സൊസൈറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പുതിയ നല്ല പോളിസിയിലേക്ക് എത്തി വരുന്നു എന്നുള്ള കാര്യം, പിന്നെ ഇൻക്ലൂസിവിറ്റി, സപ്പോർട്ട്, സസ്റ്റൈനബിലിറ്റി, ഇതെല്ലാം എംബസൈസ് ചെയ്തിട്ട് ഡെമോക്രസിയുടെ ബേസിൽ നമുക്ക് എഴുതാം. സോ ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ നന്നായി വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഏത് യൂണിറ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അതിന്റെ ബേസിൽ പറയാൻ പറ്റും. ഇനി അടുത്ത 10th ക്വസ്റ്റ്യൻ. ഡ്യൂറിംഗ് ദ COVID-19 ലോക്ക്ഡൌൺ 57% ഓഫ് സർവൈവ്ഡ് വർക്കേഴ്സ് റിപ്പോർട്ടഡ് ഫീലിംഗ്സ് ഓഫ് alienation. 32% experienced new forms of digital community and 11% reported increased family engagement. Critically discuss these trends using Marxist and contemporary theories of alienation. So alienation എന്ന് പറഞ്ഞ ബ്ലോക്കിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. കോവിഡിന്റെ സമയത്ത് കുറെ പേരെന്തായിരുന്നു ഒറ്റപ്പെട്ടുപോയി, കുറെ പേരാണെങ്കിൽ നല്ല രീതിയിൽ ഡിജിറ്റലി ഒരുപാട് ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സസ് അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ എന്താ ഡിജിറ്റലി അവെയർ ആയി തുടങ്ങി. പിന്നെ 11% ആൾക്കാർ പറഞ്ഞ ഫാമിലി എൻഗേജ്മെന്റ് കൂടി എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ബേസിലാണ് നമ്മൾ ഏലിയനേഷന്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ഏലിയനേഷൻ എന്താണ്, കാൾ മാർക്സ് എന്താണ് അതിനെ പറ്റി പറഞ്ഞേക്കുന്നതെന്നും പറയാം. പിന്നെ 57% ഫെൽറ്റ് ഏലിയനേറ്റഡ്. അത് എന്ന് പറയുമ്പോൾ ഈ മാർക്സിന്റെ ഐഡിയ വെച്ച് കണക്ട് ചെയ്തിട്ട് മീൻസ് അവരുടെ വർക്കിലുള്ള ലേബർ കൺട്രോൾ എത്രമാത്രം ഉണ്ട്, ഐസൊലേഷൻ ഫ്രം അതേഴ്സ്, പിന്നെ ഡിജിറ്റൽ ടൂൾസ് കാരണം എങ്ങനെ ലേബറിനെ കമ്മോഡിഫൈ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാം. പിന്നെ കണ്ടംപററി തിയറിയുടെ ബേസിൽ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ വെച്ചിട്ട് ആൾക്കാർ ഇത്രമാത്രം കണക്റ്റഡ് ആവുന്നത്, ടെക്നോളജിയുടെ കാര്യങ്ങൾ അതൊക്കെ പറയാം. പിന്നെ 11% ഫാമിലി എൻഗേജ്മെന്റ് കൂടി, മീൻസ് അവർക്ക് വർക്കിന് പോവാതിരിക്കുമ്പോൾ വീട്ടിലുള്ള ടൈം സ്പെൻഡിങ് കൂടുമ്പോൾ എത്രമാത്രം ആ ഒരു കണ്ടംപററി തിയറീസ് കൂടെ വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആ ഒരു യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഡിജിറ്റൽ വർക്കും മീൻസ് ഡിജിറ്റൽ കമ്മ്യൂണിറ്റി എങ്ങനെ ഫോം ചെയ്യുന്നു, അതുപോലെ തന്നെ എത്രമാത്രം ആൾക്കാർ കണക്റ്റഡ് ആവുന്നു, എന്നാൽ ലേബറിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് വർക്കേഴ്സിൽ വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. Next question. District administration implements a new bureaucratic model tracking performance with the following indicators. അപ്പം എന്തൊക്കെയാന്ന് വെച്ചാൽ ആവറേജ് ഫയൽ ക്ലിയറൻസ് ടൈം 3 to 4 days ആൻഡ് എംപ്ലോയി ആബ്സെന്റിസം 7%, ഗ്രീവൻസ് redressal success rate 86%. Analyze the model's effectiveness using Weber's theory of rational legal bureaucracy and suggest 2 potential sociological limitations. അപ്പം ഇത് ബ്യൂറോക്രസി ആസ് റാഷണാലിറ്റി എന്ന് പറയുന്നത് മീൻസ് ഇതിനകത്ത് പറയുന്നുണ്ട് ഏത് വെച്ചിട്ടാണ് നമ്മൾ ഇത് അനലൈസ് ചെയ്യേണ്ടത്. വെബേഴ്സ് തിയറി ഓഫ് റാഷണൽ ലീഗൽ ബ്യൂറോക്രസി. അപ്പൊ അത് എന്താണെന്ന് ആദ്യമേ നമുക്ക് പറയാം. പിന്നെ ഫയർ ക്ലിയറൻസ് ടൈം എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്യൂറോക്രസി എന്ന് പറയുന്ന അതിന്റെ ആ ഒരു ഇത് കാണിക്കുന്നത് ഫോർമൽ റൂൾസ്, ആ ഒരു ഹൈറാർക്കി, പ്രെഡിക്റ്റബിൾ, ഇംപേഴ്സണൽ സർവീസ്, ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് ഫയൽ ക്ലിയറൻസിന്റെ കാര്യത്തിൽ നോക്കുന്നത്. ആൻഡ് എംപ്ലോയി ആബ്സെന്റിസത്തിന്റെ ഇത് പറയുകയാണെങ്കിൽ എത്രമാത്രം ഡിസിപ്ലിൻ ആണ്, എത്രമാത്രം നമ്മൾ ആ റൂൾ ഫോളോ ചെയ്യണം. ഗ്രീവൻസ് റീഡ്രസൽ സക്സസ് റേറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു മീൻസ് ആ ഒരു ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഹൈ സക്സസ് റേറ്റ് കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് റാഷണൽ ലീഗൽ അതോറിറ്റിയിൽ വരുന്നത്.
പിന്നെ പൊട്ടൻഷ്യൽ സോഷ്യോളജിക്കൽ ഇംപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഓവർ ബ്യൂറോക്രാറ്റൈസേഷൻ കാരണം വരുന്നത്, അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഇൻക്രീസ്ഡ് ട്രസ്റ്റ്, അല്ലെങ്കിൽ എഫിഷ്യന്റ് ആൻഡ് റൂൾ ബൗണ്ട് സർവീസസ് എന്ന് പറയുമ്പോൾ സിറ്റിസൺസിന്റെ ട്രസ്റ്റും ലെജിറ്റിമസിയും ഒക്കെ റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നത് കേസ് സിനാരിയോ ആണ്. വില്ലേജ് വിത്ത് സ്ട്രോങ് ട്രഡീഷണൽ പവർ സ്ട്രക്ചർ അഡോപ്റ്റ്സ് എ ഡിജിറ്റൽ ഗ്രീവൻസ് പ്ലാറ്റ്ഫോം. 18 months പോസ്റ്റ് അഡോപ്ഷൻ 69% cases resolved online, but offline veto groups still shape final decisions. Interpret the persistence of elite power using both classical, അതായത് ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ റോബർട്ട് താലന്റെയും CW മിൽസിന്റെയും തിയറി, പിന്നെ കണ്ടംപററി തിയറീസും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. ബ്ലോക്ക് 3 എലൈറ്റ് പവർ ആൻഡ് ലെജിറ്റിമസിയിൽ വരുന്നതാണ്. CW മിൽസിന്റെ പവർ എലൈറ്റ് തിയറിയുടെ കാര്യം പറയാൻ പറ്റും. അതായത് പവർ എന്ന് പറയുമ്പോൾ ഒരു ഇന്റർ കണക്റ്റഡ് എലൈറ്റ്സിന്റെ കയ്യിലാണ് നിൽക്കുന്നത്. ആൻഡ് ഡിജിറ്റൽ ടൂൾസ് ഉണ്ടെങ്കിൽ ഓഫ്ലൈൻ വീറ്റോ ഗ്രൂപ്പ്സ് ആയിട്ടുള്ള ഇപ്പൊ ലാൻഡ് ഓണേഴ്സ്, കാസ്റ്റ്, പഞ്ചായത്ത്, പൊളിറ്റിക്കൽ ഫാമിലീസ് പോലുള്ള ഓഫ്ലൈൻ വീറ്റോ ഗ്രൂപ്പ്സിനാണെങ്കിൽ അവരുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ വരുന്നുണ്ട്. മീൻസ് അവര് ആണ് ഒരു ഫൈനൽ ഔട്ട്കം ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പറയാം. പിന്നെ റോബർട്ട് ദാലിന്റെ പ്ലൂറലിസ്റ്റ് തിയറി പറയാം. അതായത് ദാൽ പറയുന്ന കാര്യം എന്താ, ഈ പവർ എന്ന് പറയുമ്പോൾ പല പല ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കയ്യിലാണ് നിൽക്കുന്നത് എന്ന് പറയുന്നതാണ് പ്ലൂറലിസ്റ്റ് തിയറി. അത് ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് നമുക്കിതിൽ പറയാവുന്നത്. പ്ലൂറലിസം എന്താണ് റൂറൽ സ്ട്രാറ്റിഫൈഡ് കോണ്ടെക്സ്റ്റിനെ ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. പിന്നെ കണ്ടംപററി തിയറീസിൽ ഫൂക്കോന്റെ കാര്യം, പോസ്റ്റ് കൊളോണിയൽ കാസ്റ്റ് ബേസ്ഡ് തിയറീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാം. സോ ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു ഡിസ്കഷനിൽ വരുന്നത്. മെയിൻ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏത് യൂണിറ്റിനാന്ന് ചോദിച്ചാൽ ബ്ലോക്ക് 1 വരുന്ന യൂണിറ്റ്സിനാണ്. പിന്നെ ബ്ലോക്ക് 3, ബ്ലോക്ക് 2, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വീണ്ടും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, എക്സാമ്പിൾസ് കൊടുക്കാൻ നോക്കുക, തിങ്കേഴ്സ് ഏതൊക്കെയാണ്, ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് എന്നുള്ളൊരു ഐഡിയ വെക്കുക. സോ ദാറ്റ്സ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.